സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം എല്ലാവർക്കും പ്രാർത്ഥിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 24 അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ ഇവയെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവൻ സ്വർഗം പോയി. പിന്നെ എന്താണ് സംഭവിച്ചത്? അവർ അവനെ ആരാധിച്ചു. അത്യധികം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. സ്നേഹമുള്ളവരെ, ആരാധനയിൽ ഉണ്ടാകുന്ന ഒരനുഭവമാണ് ആനന്ദം. ഈ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആരാധനയ്ക്ക് ജന്മമുണ്ടാവട്ടെ. വ്യക്തി ജീവിതങ്ങളായി നമുക്ക് ഈശോയെ ആരാധിക്കാം. കുടുംബമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒരു ഇടവക സമൂഹമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധനയുടെ വേളയിൽ നമ്മളിൽ ആനന്ദം വന്ന് നിറയും. അതാണ് പ്രത്യേകത. സന്തോഷം നൈമിഷികമാണ്. ആനന്ദം സ്വർഗം സമ്മാനിക്കുന്നതാണ്. ആരാധന സ്വർഗത്തിന് കൊടുക്കുന്നതാണ്, മനുഷ്യർക്കുള്ളതല്ല. ആരാധന സ്വർഗത്തിന് സമ്മാനിക്കുന്ന, നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതാണ് ഈ ആരാധന. ഈ ആരാധന നമ്മളിൽ നിന്ന് സ്വർഗത്തിങ്കിലേക്ക് ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്നും നമുക്കായി നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് ആനന്ദം. ആരാധന നൽകുമ്പോൾ സ്വർഗം നമ്മുടെ ഹൃദയങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കും. ആരാധന നമ്മളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ, നാം എടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആനന്ദത്തിൻ്റെ പരിമളം വന്ന് നിറയും. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.